ഹായ് ഗായ്സ്, നമുക്കൊന്ന് ഗുരുവായൂർ വരെ പോവാം. നമ്മൾ പയ്യോളിയിൽ നിന്നാണ് ട്രെയിൻ കയറിയത്. അവിടുന്ന് നേരെ പട്ടാമ്പിയിൽ ചെന്നിട്ട് അവിടുന്ന് ബസ്സിൽ ഗുരുവായൂർക്ക് ഡയറക്റ്റ് ബസ്സിൽ പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തിയപ്പോൾ ഇങ്ങനെ സൂര്യാസ്തമയത്തിൻ്റെ സമയമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മൾ റൂമിലെത്തി കുളിച്ചിട്ട് വീണ്ടും അമ്പലത്തിലേക്ക് വന്നു. ആനയൊക്കെ ഉണ്ടായിരുന്നു, ആനേനെയൊക്കെ കണ്ടു. പിറ്റേ ദിവസം രാവിലെയാണ് അങ്ങനെ നമ്മൾ ദർശനത്തിന് വേണ്ടി പോയത്. രാവിലെ എന്ന് പറയുമ്പോൾ ഒരു വെളുപ്പിന് 3 മണിക്കാണ് ദർശനം കിട്ടിയപ്പോൾ രാവിലെ ഒരു 9:30 ആയിട്ടുണ്ട് എന്തായാലും. പിന്നെ ഉച്ചയായപ്പോൾ നമ്മൾ പ്രസാദ ഊട്ടിൻ്റെ ക്യൂവിൽ നിന്ന് നല്ല ഗംഭീര ക്യൂ ആണ് അതും. ഫുഡ് കഴിച്ച് നമ്മൾ നേരെ വീണ്ടും റൂമിലെത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. വൈകിട്ടായപ്പോൾ നമ്മൾ മമ്മിയൂർ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി പോവാണ്. അതിന് ശേഷം നമ്മൾ നേരെ പോയത് ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തുള്ള നാരായണാലയത്തിലാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ശ്രീ പൂന്താനം സ്വന്തം കൈകൊണ്ട് പൂജിച്ച മുരളീധര വിഗ്രഹം നമുക്കവിടെ കാണാൻ കഴിയും. അതിനുശേഷം നമ്മൾ പോയത് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ശ്രീകോവിൽ 4 ചക്രത്തോടു കൂടിയ രഥത്തിൻ്റെ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. രാത്രിത്തെ ശീവേലി കൂടി തൊഴുതിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു.